ഫസ്റ്റ് നമുക്ക് അമ്മേൻ്റെ അടുത്ത് പോയ കേട്ടോ. എന്നാലും നമുക്ക് വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അമ്മ എന്തൊക്കെ വിശേഷം? മഴ ആയതുകൊണ്ട് ഇങ്ങനെ കിടക്ക പുറത്തേക്ക് ഒന്ന് പോയി ഒന്ന് നോക്കാനും വായിച്ച മഴ ആയതുകൊണ്ട് പുറത്തേക്കൊന്ന് വരാനും വായിച്ചായിരുന്നു. മഴയായിട്ട് ഇന്നത്തെ വിശേഷം പറയുന്നത് എങ്ങനെയുണ്ടെന്ന്? എന്നിട്ട് കുഴപ്പമൊന്നുമില്ല. ചിരിക്കാനൊക്കെ വയ്ക്കണ്ടല്ലോ ഭക്ഷണം കഴിക്കാനൊക്കെ. നിങ്ങളെ കേൾക്കണെല്ലാവർക്കും അതന്നെ ആയില്ലേ അയച്ചു പോകാനായില്ലേ 7-ാം തീയതി പോകാനായില്ലേ അറിയാം. അല്ല അതെ അത് അറിയാം. ലക്ഷ്മിക്കുട്ടിൻ്റെ അമ്മ വിളിച്ചപ്പോൾ ഇതിന് വലിയ കഴിഞ്ഞില്ലേ വിഷമിക്കണ്ട സന്തോഷമായിട്ടിരിക്കണം അതൊക്കെ ഇനി കഴിഞ്ഞു വിടും. ആ ഓണത്തിൻ്റെ മുമ്പ് ഗുരുവായൂർക്ക് പോകാൻ ഒരുങ്ങിയതൊക്കെ പറഞ്ഞു. ഇന്നലെ അത് വെച്ചിട്ട് തൃശ്ശൂരത്തെ ലക്ഷ്മിക്കുട്ടി അമ്മയൊക്കെ സമാധാനിച്ചിരിക്കണം. ഒരാൾക്ക് എല്ലാവർക്കും വലിയ സങ്കടം. അതിന് വലിയ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അതൊക്കെ അല്ലേ സാരമില്ല. കുറെ ഫാൻസ് ഉണ്ട് കേട്ടോ. ഞാൻ അമ്മേൻ്റെ അടുത്തിരിക്കില്ല, പനിയാണ്. പനി ഇപ്പം ഇന്ന് കുറച്ച് സുഖമുണ്ട്. ശരിക്കും ഇതേമാതിരിയുടെ പനിച്ച് ഇരിക്കുകയാണ്. ഈ സൂക്കട് ഇങ്ങനെ പറയാനേ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അല്ലേ ഇപ്പോൾ ഒരു മാസമായിട്ട് എല്ലാ വീഡിയോയിലും നമുക്ക് സുഖമില്ല എന്ന് മാത്രം പറയുന്നത്. അപ്പം അതിലത്തെ ഫസ്റ്റ് തന്നെ പറയണത് നിങ്ങളും വർദ്ധിക്കുമായിരുന്നു പോരെ ഉണ്ടെങ്കിൽ പോരെ. അന്നങ്ങളവിടെ നിന്നോ കേട്ടോ. അപ്പോൾ ചോറൊക്കെ അപ്പൂസാണ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് കൊടുക്കുക. ചേച്ചീന് ഉണ്ടാക്കും. അപ്പൂസ വിശേഷം ഇന്നെന്താ സ്കൂളിലാണ്? മഴയല്ല എന്താ മുഖമൊക്കെ എന്തൊക്കെയാ ചെയ്ത് പനി എങ്ങനെയുണ്ട്? അപ്പോൾ മൊത്തത്തിൽ നല്ല മഴ കേട്ടോ. നമുക്ക് മഴക്കാലം തുടങ്ങിയിട്ട് കാണിച്ചു തരാം. അവിടെ വെള്ളം നിൽക്കുന്നുണ്ട്. നമ്മളെ റോഡിലൊക്കെ അവിടെ ഇഷ്ടംപോലെ വെള്ളം നിൽക്കുന്നുണ്ട്. കാണുന്നില്ല വെള്ളം കയറി എന്ന് പറഞ്ഞിട്ട് എല്ലാ സ്ഥലത്തും അത്രയൊന്നും നമുക്ക് വെള്ളത്തിന്റെ പ്രശ്നം ഇല്ല. നമ്മളെ തൊട്ട് അപ്പുറ ഭാഗത്തൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മള് തിരുവാലി ഫോണിൽ കണ്ടാണ് കേട്ടോ. തോട്ടിലൊരു കുട്ടി ഒലിച്ചു പോയിട്ട് ആലപ്പുഴ അവിടെ ഉള്ള വിരുന്ന കുട്ടിയാണ്. എന്നിട്ട് തോട്ടിലൊലിച്ചു പോയി മരിച്ചു പറഞ്ഞു. പിന്നെ മൊത്തം വണ്ടൂരൊക്കെ ഏകദേശം തൊട്ടടങ്ങുന്നവിടെയൊക്കെ വെള്ളത്തിലാണ് നമ്മൾ വീഡിയോയിൽ കണ്ടത്. വണ്ടൂർ ആ ഭാഗത്തേക്ക് ഒരുപാട് സ്ഥലത്ത് വെള്ളം കയറിയിട്ടുണ്ട്. നിലമ്പൂര് വെള്ളം കയറി. നമുക്ക് ഈ കുറച്ച് ഏരിയ മാത്രമേ ഉള്ളൂ അത്ര പ്രശ്നമില്ലാത്ത. പക്ഷെ ഫോണിൽ കാണുമ്പോൾ എന്തോ ഒരു പ്രശ്നം. വെള്ളം അത്രയ്ക്കൊക്കെ വെള്ളം ഇവിടുന്നാ വരുന്നല്ലേ. ഞാൻ നിലമ്പൂര് പോകണം കരുതി നിൽക്കുന്നുണ്ട്. അപ്പോൾ നിലമ്പൂര് വെള്ളമാണ് പറഞ്ഞിട്ട് വന്ന് ഫ്രണ്ട് വിളിക്കുന്നുണ്ട്. നിലമ്പൂര് പോകേണ്ട ഒരു അവസ്ഥ ഒന്നും പോകാൻ പറ്റിയില്ല. മാത്രമല്ല കേട്ടോ, അവിടെ കണ്ടോ ഒരാൾ കിടക്കണല്ലോ, തണുത്ത് വിറച്ച് കിടക്കുക. പറഞ്ഞെന്ത് തണുക്കുണ്ടോ? പറഞ്ഞാൾ കാണിക്കലല്ലേ കേട്ടോ വീഡിയോയില്. എന്താണ് നീങ്ങുന്ന കിടക്കണല്ലേ, തണുത്ത് വിറച്ച് കിടക്കണ ഒരാൾ ഇവിടെ. എന്താ പറ്റിയേ? തണുക്കുണ്ടോ? നല്ല തണുപ്പാണ്. ഞങ്ങൾ ഇത്രയും നേരം അകത്ത് തന്നെയാണ്. അപ്പോൾ ഒന്ന് പുറത്ത് കുറച്ച് ഇരിക്കാൻ പറഞ്ഞു പോകുന്ന ഭയങ്കര തണുപ്പ്. മഴ വരലേ ഉള്ളൂ, കണ്ടു വരില്ല. എവിടേക്കൊക്കെ നല്ല പോലെ പെയ്യണതിൻ്റെ തണുപ്പ് അങ്ങോട്ട് വരുന്നു കാറ്റ്. അപ്പം എല്ലാവർക്കൊക്കെ ബുദ്ധിമുട്ട് വെള്ളത്തിൻ്റെ ഉള്ളൊക്കെ പറയണം കേട്ടോ. നമ്മൾക്ക് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വീഡിയോ ഒക്കെ കാണുന്നത് പുറകെ പോകാൻ അത്രയും പ്രശ്നത്തിന്. ഇപ്പം നമ്മൾ ഗുരുവായൂരൊക്കെ അല്ലേ ഈശ്വര വെള്ളം അധികം ഉണ്ടാവും. ഫോണിൽ റോഡ് ബസ്സൊക്കെ അവിടെ കുടുങ്ങി കിടക്കുന്നുണ്ട്. വെള്ളം അല്ല മഴ ഇപ്പൊ എന്നാ പെയ്യണത്? കാരണം കൊറേ മഴക്കാലം തുടങ്ങിയിട്ട് ശരിക്കും മഴ കിട്ടിയില്ല. ഇന്ന് മഴ ചെയ്യണത് അതാണ്. മഴ എന്ന് പറഞ്ഞ് മഴ പെയ്താൽ ഇങ്ങനെയാ മഴേനെ കൊണ്ട് ബുദ്ധിമുട്ട്. നമ്മള് ചേച്ചിമാരൊക്കെ പനി വന്ന് പോയതാണ്. സിന്ധേച്ചി മക്കളും ആദ്യം പോയി പനി വന്നിട്ട്. ഇന്നലെ സന്ധ്യേച്ചി മക്കളും പോയി. ഒരു പോയപ്പോ തുടങ്ങി. ഞാൻ സന്തോഷായിരുന്നു. പനിച്ചപ്പോഴേ മനസ്സിൽ വിചാരിച്ചത് ആദ്യക്ക് എന്തായാലും കിട്ടുന്ന്. അതുപോലെ തന്നെ ഓൻ്റെ അടുത്തേക്ക് ഞാൻ വന്നിട്ടേ അല്ല. ചോറും എല്ലാം ആക്കിയിട്ട് അത് വിളമ്പുന്ന സമയത്ത് അത് അവരെ വിളിച്ചിട്ട് കൊടുക്കും. അമ്മയ്ക്ക് അവിടെ വെച്ചിട്ട് പോരും. അങ്ങനെയാണ്. അപ്പൊ അമ്മയായിട്ടൊന്നും ശരിക്കൊരു ഇതും കൂടി ഇല്ല, വർത്താനം കൂടി പറയില്ല. അമ്മ റൂമിൽ, ഞങ്ങൾ ഇവിടെ അല്ലെങ്കിൽ ഞാൻ റൂമിൽ അങ്ങനെയൊക്കെ ആയിട്ടാണ്. ചേച്ചിനെ വിളിച്ചോ, 2 ചേച്ചിമാരെ വിളിച്ച പോലെ പനി മാറിയിട്ടില്ല.
അമ്മേത്തേക്ക് ഒന്ന് വരാനേ. അപ്പോൾ നല്ല അത്യാവശ്യം കെട്ടായപ്പോൾ ആരുമില്ല. മറ്റേത് നമുക്ക് കുറേ ആൾക്കാരുണ്ടായിരുന്നു, ചേച്ചിമാർ, കുട്ടികൾ, അളിയൻ, എല്ലാവരും കുറച്ച് 2 മാസത്തോളം ഇവിടെ നിന്നു. അപ്പോൾ നമുക്ക് കുറേ ദിവസം നമ്മൾ വീട്ടിലാളുണ്ടായപ്പോൾ പോയപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പൂസൊക്കെ എന്നാൽ സോഫയിൽ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു ലൈറ്റൊക്കെ ഓഫാക്കിയിട്ടില്ല അപ്പൂസ, ഒക്കെ കറക്റ്റൊക്കെ താത്തിയോടെ ഇങ്ങനെ നിൽക്കുന്നു. അതിന് ടെൻഷനായിട്ട് അതിൽ അജ്ജ് പറയല്ലോ, ഓൻ പറയില്ല കേട്ടോ അങ്ങനെയൊന്നും. ഓലെ കണ്ടപ്പോൾ ഭയങ്കര ഉഷാറായിരുന്നു. പിന്നെ അമ്മയ്ക്ക് എന്താ പേടിയറിയോ, ഇനി വരുന്ന കീമോ 1-ാം തീയതി 7-ാം തീയതി കീമോണ്. അപ്പൊ അത് മുടങ്ങുമോ? അതാണ് നമുക്കെന്ന് വെച്ചാൽ ആ കീമോ മുടങ്ങിയ പ്രശ്നമല്ലേ. കാരണം ഇപ്പം ഇനി 7-ാം തീയതിക്ക് അടുത്ത കീമോ വരുന്നത്. അപ്പോൾ അത് മുടങ്ങാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. പാറൂരൊക്കെ നമ്മൾ വിട്ടാട്ടോ നിൽക്കല്. അങ്ങനെ ഒരു കൂടുണ്ട് അവിടെ, നമ്മൾ അവിടെ കിടത്തല്. ഇന്നിപ്പോൾ ഞങ്ങൾ അമ്മേൻ്റെ അടുത്ത് അല്ലാതെ ടച്ചില്ല. അപ്പോൾ നമ്മളൊന്ന് കുട്ടികളാണ്. ഇപ്പോൾ നമുക്ക് തണുത്തിട്ട് നല്ല ഉറക്കണം. ഇപ്പോൾ നീച്ചിട്ടുള്ളൂ പിന്നെ വേറെ ഇപ്പോൾ നീച്ചിട്ടല്ലോ കഴിഞ്ഞോട്ട് നല്ല സ്റ്റാർട്ടത്തിന്. പിന്നെ നമ്മളെ ഡ്രസ്സിൻ്റെ കാര്യം, ഡ്രസ്സിൻ്റെ പരിപാടി നമ്മൾ നിർത്തിയാണ് തൽക്കാലം. അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് തൽക്കാലമുള്ളതൊക്കെ നമ്മളെ കയ്യിൽ സ്റ്റോക്കൊക്കെ വിറ്റ് വെച്ചാണ്. വീണ്ടും നമ്മൾ തിങ്കളാഴ്ച സ്റ്റോക്ക് ഇറക്കുന്നുണ്ട്. അല്ലാതെ നമുക്കിതിനും വരുമാന മാർഗം വേണ്ടേ. അപ്പോൾ നമ്മളെന്തായാലും ഇറക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ നമ്മൾ ഇതിലല്ല ഇടല്, ഒരു നാടൻ ഫാമിലി 20 ഷോർട്ടിൽ മാത്രം ഇടല്. അപ്പോൾ നല്ല നല്ല കളക്ഷൻസ് വരുന്നുണ്ട്. എല്ലാവരും സപ്പോർട്ട് ആക്കണുണ്ടാവും. എല്ലാവർക്കും അറിയാം നമ്മൾ ഇതിലിട്ടേന്നു. പിന്നെ വ്ളോഗും 2ഉം കൂടി ഇതിലിടുമ്പോൾ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടല്ലേ, നമ്മൾ കാണുന്ന ആൾക്കാർക്കും ഒരു വെറുപ്പ് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിലിട്ടില്ല, അതിൽ തന്നെ സ്ഥിരാക്കി. ഫാമിലിയുടെ പേര് ഒന്നും കൊടുത്തിട്ടുണ്ടെന്നുള്ളൂ. അതിലാണ് നമ്മൾ ഫുള്ള് കാണിക്കൊരു വീഡിയോ ആയാലും ഇതിലുണ്ട്. അതിൻ്റെ അതേപോലെ ഷോപ്പ് ഉണ്ടല്ലോ. അപ്പൊ ഡ്രസ്സൊക്കെ ആയിരിക്കും നമ്മൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ ഡ്രസ്സൊക്കെ പറഞ്ഞിട്ട് ഡെയിലി നൈറ്റി ഇതുണ്ടെന്നെ ഒരു അത്യാവശ്യമാണ്. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ കൊണ്ടുവരുന്നത് എന്താ വെച്ചാൽ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനം മാത്രമേ എടുക്കുള്ളൂ. കാരണം നമ്മളെ വീഡിയോയിൽ നമ്മളെല്ലാവരും നമ്മളറിയും. അപ്പോൾ എന്താ വെച്ചാൽ ഒരു പ്രാവശ്യം എടുത്തിട്ട് എന്തെങ്കിലും കംപ്ലൈൻറ്റ് എന്തെങ്കിലും വന്നാൽ പിന്നെ വീഡിയോയിൽ കമൻറ്റും വരും. പിന്നെ ആൾക്കാർ നമ്മൾ നിർത്തില്ല. അതാണ് നമ്മൾ നല്ല സാധനമേ കൊണ്ടുള്ളൂ. പിന്നെ വില കുറഞ്ഞ ആൾക്കാർക്ക് അതുകൊണ്ട് കുറച്ച് കയ്യിലുണ്ട്. വില കുറയുമ്പോൾ അതിൻ്റെ അത് പോവും. അങ്ങനെ നമ്മോട് ഞങ്ങൾ പറയാൻ പറഞ്ഞിട്ടുണ്ട്. സാധനം ചിലപ്പോൾ കളർ ഇളകാൻ ചാൻസ് ഉണ്ട്. വില കുറഞ്ഞെടുക്കുമ്പോൾ അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ഉറപ്പല്ലേ, അത് വെച്ചാൽ തന്നെ അറിയാം. വില കുറഞ്ഞ സാധനമാകുമ്പോൾ കളർ പോകും, വേറെ എന്തെങ്കിലും ഡാമേജ് പ്രശ്നങ്ങൾ എന്തെങ്കിലും വരും. അപ്പോൾ അങ്ങനെ വന്നിട്ട് നമ്മോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ വെച്ചാൽ നമ്മളിന്ന് എടുക്കുന്ന ആൾക്കാർ നമ്മുടെ നിന്ന് കൂടുതൽ പിന്നെ എടുത്ത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് പുതിയ ആൾക്കാർ ഇങ്ങനെ വന്ന് കിട്ടണം അല്ലേ. എടുക്കുവാനും നമ്മുടെ തന്നെ എപ്പോഴെപ്പോഴും എടുത്ത് നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുറേ ആൾക്കാർക്ക് ഇപ്പോൾ ഈ വീഡിയോയിൽ പുതിയ ഒന്നും ആൾക്കാർക്ക് അറിയില്ല. ഇത് ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഫ്രോക്ക് നൈറ്റി ഇല്ലേ, ഫ്രോക്ക് നൈറ്റി ഉണ്ട്, സാധാ നൈറ്റി ഉണ്ട്, പിന്നെ സൺഡേ മൺഡേ നൈറ്റി ഉണ്ട്, പിന്നെ വക്ര മോഡൽ നൈറ്റി ഉണ്ട്. ഇതാണ് ഫ്രോക്ക് നൈറ്റി. പിന്നെ അതും എന്താ വെച്ചാൽ റേറ്റ് കുറഞ്ഞതുണ്ട്, കൂടിയതുണ്ട്. ഇപ്പോൾ ഈ വക്ര മോഡൽ സൺഡേ മൺഡേ എന്ന് പറയുമ്പോൾ 400 രൂപേൻ്റെ ഉണ്ട്, 550 2 വരുന്നുണ്ട്, 330 പല റേറ്റിലുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് 400 രൂപേനെ കൊണ്ടല്ലേ. അപ്പോൾ ആൾക്കാർ പലതും കമൻ്റ് ഇടലുണ്ട്, ഇതിനൊന്നും നമ്മുടെ നാട്ടിൽ ഇത്ര റേറ്റ് ഇല്ല, ആകെ 250 രൂപയുള്ളതൊക്കെ പറയലുണ്ട്. പക്ഷേ ഇതാണ് ആ ഈ റേറ്റിലുള്ള കൊടുക്കാനുള്ളതുണ്ട്. 200 രൂപേൻ്റെ താഴെ കൊടുക്കണം അങ്ങനത്തെ സാധനമുണ്ട്. പക്ഷെ 400 രൂപേൻ്റെ എന്നൊക്കെ പറയുമ്പോൾ അമ്മ ഇന്നിട്ടില്ലേ അമ്മ ഇപ്പോൾ ആ വൈറ്റ് ദിവസമേക്ക് നോക്കിയില്ല. അപ്പോൾ അതൊക്കെ ഒരു കാലത്ത് നമ്മൾ കയ്യിൽ നിന്ന് കളർ പോകില്ല. അപ്പോൾ ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ മേടിക്കട്ടോ. നമ്മളിങ്ങനെ മറ്റേ നടത്താൻ 20 വീഡിയോ ഉണ്ട്. പിന്നെ എന്തൊക്കെ വിശേഷം പറഞ്ഞു കൊടുക്കേ പറയടാ. ആണോ എന്നോട് എന്തൊക്കെയാ പറഞ്ഞറിയാം. ഇനി ഇട്ട് ഞാനാണ് വീഡിയോ എടുക്കണേ, ഞാനാണ് എഡിറ്റ് ചെയ്യുന്ന വീഡിയോ, ഒന്നും ചെയ്യില്ല. ഇവിടെ നിന്നാ പോരാ, പുറത്തേക്കൂടെ അതിൽ പോയി വീഡിയോ എടുക്കണം, പച്ചപ്പ് കാണിച്ചു കൊടുക്കണം, ഇതെല്ലാം പറഞ്ഞു. ആ എന്നോട് പറഞ്ഞു മിഞ്ഞാന്ന് പച്ച ഇതുകൂടെയുള്ള പച്ചപ്പ് കാണിച്ചു കൊടുക്കണം. ഇതെന്താ കാണിച്ചു കൊടുക്കാത്ത? എന്താ വെച്ചാല് ശരിക്കും അവന് സംസാരിക്കാനൊന്നും മടിയില്ല കേട്ടോ. കാരണം ഈ വീഡിയോയിൽ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ സംസാരിക്കാനേ മടിയില്ല. അപ്പോൾ ഇങ്ങനെ തലെന്തൊക്കെയായിട്ടുണ്ടാന്നൊക്കെ പറയും. പനിച്ചിട്ട് വൈകിട്ട കണ്ണൊക്കെ ഉണ്ടല്ലേ, നല്ല പനിയാണ്. ഇപ്പം 2 ദിവസമായിട്ട് ഇന്ന് രാവിലെ കുളിച്ചത്. എല്ലാവർക്കും തന്നെ പ്രശ്നം, പനി, മഴയും പനിയില്ലേ.
നമ്മൾക്ക് ഇങ്ങനെ പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ ഇതിൽ പറയുന്നുണ്ട് ഉണ്ട്, എല്ലാവർക്കും ഉണ്ടോ മൊത്തത്തിൽ എല്ലാവർക്കും. നമ്മൾ മിഞ്ഞാന്ന് ഹോസ്പിറ്റലിലേക്ക് ഇന്നെ കാണിക്കാൻ പോയെന്ന്, ചേച്ചിനെ ഇവിടെ കാണിക്കാനൊക്കെ പോയെന്നു. മൊത്തത്തിൽ എല്ലാവർക്കും പനിയാണ്. പറയടാ, ആൾക്കാർ എത്ര കാലം കാത്തിക്കണ്ട എൻ്റെ ഒരു വർത്തമാനത്തിന് വേണ്ടിയിട്ട്. ആൾക്കാർ എത്ര കാലം കാത്തിക്കണ്ട എൻ്റെ ഒരു വർത്തമാനത്തിന് വേണ്ടിയിട്ട്. എന്താ പറയാത്തത്? ഞാൻ എല്ലാത്തുമ്പോൾ ഉഷാറാണ്, ഞാൻ എല്ലാത്തുമ്പോൾ വീഡിയോ എടുക്കാനും ഉഷാറാണ്, എല്ലാത്തിനും ഉഷാറാണ്. ഇപ്പൊ എന്താ പറ്റിയേ? ഒന്നുമില്ല. അപ്പൊ ഇനി എക്സാം ഒക്കെ വരില്ലേ? ഇജാണ് ശരിക്കും ഇനി വീഡിയോ എടുക്കണ്ട, ഞാനല്ല. എന്തൊന്നും പറയാത്ത? അപ്പൊ ഞാൻ എല്ലാത്തുമ്പോൾ ഞാൻ പറയുള്ളൂ കേട്ടോ. ഞാൻ എല്ലാത്തുമ്പോ അമ്മയായാലും സിജിന്റെ അടുത്തായാലും ചേച്ചിമാരുടെ ആയാലൊക്കെ അപ്പൊ നല്ല വർത്താനാണ്. അപ്പൊ വീഡിയോയിൽ നല്ല വർത്താനം പറയലുണ്ട്. എന്താ കാര്യങ്ങൾ പാരസിനെ ഷോട്ടൊക്കെ ഇടുമ്പോൾ കുറേ ആൾക്കാർ എന്തൊക്കെ പറയും. അതിനകത്ത് അതാണ് ഞങ്ങൾ വീഡിയോയിൽ പറയാനല്ലാതെ ഇടാത്തത്. ഞാനത് പറഞ്ഞേ പാവല്ലേ മുണ്ടാപ്രാണി, അതിനെങ്ങനെ പറയുമ്പോ അതിപ്പോ ഒരു ജീവിയല്ലേ. അപ്പൊ അതിനെന്താ നമ്മൾക്ക് ചെയ്യാൻ പറ്റുക? നമ്മള് വളർത്തുന്നുണ്ട്, അതിന് തിന്നാൻ കൊടുക്കണം, അതിന് ഭാഗത്ത് പോയി കിടക്കണ്ട. അതിനെ കൊണ്ട് ആർക്കും ഒരു ശല്യമില്ല. അപ്പൊ ചില ആൾക്കാരുണ്ട്, അപ്പൊ എന്താ പറയാ, അല്ല ചില ആൾക്കാർ അമ്മേന്റെ അസുഖം ഇതെല്ലാം ഇങ്ങനെ നല്ല രീതിയിലാവട്ടെ എഴുതി പറയുന്നതാണ്. അതിന് അമ്മേന്റെ അടുത്തേക്ക് ഇത് തൊടണമില്ല, അമ്മ അതിനെ കൊഞ്ചിക്കണമില്ല. ഞങ്ങൾ ഈ 2-3 ആളെ ഇതിനെ ഒന്ന് എടുത്തിരിക്കണുള്ളൂ. അത്രയും ഇതിനെ കേരള കൊണ്ടെടുക്കണം. അപ്പൊ അതുകൊണ്ട് കുറച്ച് ദിവസമായിട്ട് വീഡിയോയിൽ അതിനെ കാണിക്കാത്തത്. ഇന്നിപ്പോ ഞങ്ങളോട് ഇരുന്നപ്പോ സന്തോഷത്തിന്റെ ക്യാമറയിട്ട് വന്നതുകൊണ്ട് കണ്ടതാ. ചിലർക്കും മഴയൊക്കെ കൂടുതലുള്ളവരൊക്കെ സേഫായി ഇരിക്കട്ടെ, എല്ലാവരും പ്രാർത്ഥിക്കുക. കാരണം മഴ ഇങ്ങനെ കൂടുതൽ പെയ്ത പ്രശ്നമാണ്, പെയ്തില്ലെങ്കിലും പ്രശ്നമാണ്. ഒന്നും പറയാൻ പറ്റില്ലേ, മഴ പെയ്യാതെ കെട്ടി അറിയാൻ പറ്റില്ലല്ലോ. വെള്ളമില്ലെങ്കിലും നമ്മളെ കാര്യം നഷ്ടമാണ്. മഴ ഉണ്ട്, പക്ഷെ രാവിലെ തൊട്ട് ഒരുങ്ങിയൊരു കാര്യം എന്നത് ഇതുവരെ നടത്തിയിട്ടില്ല. അപ്പം എന്താ പറയുക, എണ്ണ കാച്ചാൻ വേണ്ടിയിട്ടേ അമ്മയ്ക്ക് ഈ കാച്ചി എണ്ണ അമ്മ തേക്കല് കേട്ടോ. ഇവിടെ തന്നെ വെളിച്ചെണ്ണ. ഈ എണ്ണേനുള്ള ഗുണം പറഞ്ഞു, എത്ര കാലമായി തേക്കല് പറഞ്ഞു? ഞാൻ വന്നേ മുതലേക്ക് കാണണേ മുതൽ അമ്മ കാച്ചി എണ്ണ തേക്കല്. അപ്പോൾ എണ്ണ കഴിഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്ക് മുടി കൊഴിച്ചിലൊക്കെ എല്ലാം ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് മുടി അത്യാവശ്യം മുടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അസുഖം വന്നതിന് ശേഷം മുടി ഒക്കെ മുട്ട ചെയ്ത് എല്ലാവരും കണ്ടതല്ലേ. എന്നിട്ട് ഇപ്പം ഇങ്ങനെ തേച്ചിട്ട് വീണ്ടും മുടി വന്നു. വീണ്ടും ഇപ്പം ഈ മഴയൊക്കെ വന്ന് കീമോ ചെയ്തപ്പോൾ വീണ്ടും മുടി പോകുന്നുണ്ട്. ഇത് തുമ്പ, പിന്നെ കൃഷ്ണ തുളസി, പിന്നെ കുറച്ചുള്ള തെച്ചിപ്പ് കിട്ടി. ഇനി ചെമ്പരത്തിൻ്റെ മൊട്ടില്ലേ, അത് ഇവിടെ ഇല്ലേ, മൊട്ടില്ല. ഇനി നമ്മളെ നാസറാക്കാരുടെ വീട്ടിൽ പോകണം. അവിടേക്ക് ഇപ്പം മഴയത്തേക്ക് പോകാൻ വയ്യ. മുടിക്ക് നല്ലതല്ലേ തേക്കണേ? ആ, അമ്മ അങ്ങനെ തേക്കല് പണ്ട് തൊട്ടുള്ളതാട്ടോ നമുക്കറിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു അമ്മ ഇനിയിപ്പോ ഇന്ന് പുറത്തിറങ്ങാൻ പറ്റൂല, രാത്രി ആയി തുടങ്ങിയില്ലേ, അപ്പൊ കാച്ചി കൊടുക്കട്ടെ വേഗം, ആ നാളെ തേക്കാം. നമ്മക്കൊന്നും വെള്ളം കയറുന്ന ബുദ്ധിമുട്ടില്ല കേട്ടോ. ബുദ്ധിമുട്ടുന്ന കുറെ ആൾക്കാരുണ്ടാവും. എല്ലാവരും പ്രാർത്ഥിക്കുക, അല്ലാണ്ട് ചെയ്യണേ. അപ്പൊ നാളെ കാണാം. ആയിക്കോട്ടെ.